നമസ്കാരം. നമ്മുടെ മുനമ്പത്ത് പാവങ്ങളായ 610 കുടുംബങ്ങളുടെ ഭാവി ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. അവരുടെ മുമ്പിൽ കൃത്യമായ വഴികളൊന്നും തെളിഞ്ഞു നിൽക്കുന്നില്ല. തെളിഞ്ഞു കിട്ടി എന്ന് തോന്നിയ വഴികളിലൂടെ അവർ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുമില്ല. ഇതാണ് മുനമ്പത്തിൻ്റെ പ്രശ്നം. മുനമ്പത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരുന്നത് വഖഫ് ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടുമെന്നാണ്. 2024 ഓഗസ്റ്റ് മാസം 8-ാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ച് ഇന്ത്യയിലെ ഭരണകക്ഷി കേരളത്തിലാകെ പറഞ്ഞു നടന്നത്, മുനമ്പത്തുകാരെ പറഞ്ഞ് പഠിപ്പിച്ചത്, ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നാൽ ഇതിനകത്ത് മുനമ്പത്തുകാരുടെ രക്ഷയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് എന്നാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പാർലമെൻറ്റിൽ ബില്ല് വന്നു. ആ ബില്ല് ആദ്യം JPCക്ക് വിട്ടു. 5-8 മാസം കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും പാർലമെൻറ്റിൽ വന്നു. പാർലമെൻറ്റ് അത് പാസ്സാക്കി. ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. പിറ്റേന്ന് സുപ്രീം കോടതി പിടിച്ചെടുത്തു. ഇപ്പോൾ സുപ്രീം കോടതി അടുത്ത 15-ാം തീയതി വരെ, മെയ് 15, ഈ മാസം 15-ാം തീയതി വരെ സുപ്രീം കോടതിയുടെ പരിധിയിലുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് പുറത്തു വന്ന ഒരു വിവരം, ഈ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 14-ാം തീയതി ആ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ആദ്യത്തെ ബില്ലിൻ്റെ ഡ്രാഫ്റ്റിൽ മുനമ്പത്തുകാരുടെ വിമോചനത്തിന് മുനമ്പത്തുകാരുടെ രക്ഷയ്ക്കുള്ള യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല. അതില്ലാത്ത കാലത്താണ് ഉണ്ട് എന്ന് നമ്മുടെ നാട്ടിൽ പലരും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം, ആ ബില്ല് JPCക്ക് വിട്ടതുകൊണ്ടൊരു പ്രയോജനമുണ്ടായി. JPCക്ക് വിടരുതായിരുന്നു, അതൊരു അനാവശ്യമായ സമയം കളഞ്ഞു എന്നൊക്കെ ആരോപിച്ചവരാണ് ഞങ്ങളൊക്കെ. പക്ഷേ JPCക്ക് വിട്ടതുകൊണ്ട് മാത്രമാണ് മുനമ്പത്തുകാരുടെ രക്ഷയ്ക്കൊരു മാർഗമുണ്ടായത് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പലരും അത് കണ്ടെത്തി പറഞ്ഞിരിക്കുന്നു. JPCക്ക് വിട്ടതുകൊണ്ട് മാത്രം ഉണ്ടായ 2A ക്ലോസ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും വഖഫ് സ്വത്ത് ഏതെങ്കിലും ട്രസ്റ്റിൻ്റേതോ സൊസൈറ്റിയുടേതോ ആണെങ്കിൽ, വ്യക്തിയുടേതല്ല എങ്കിൽ അത് വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടി വഖഫ് ചെയ്യുന്നത് വ്യക്തിയുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു 2A ക്ലോസ് വരുന്നുണ്ട്. അത് JPCക്ക് വിട്ടതുകൊണ്ട് വന്ന നിർദ്ദേശമാണ്. ഇനി JPCക്ക് അങ്ങനെ വിട്ടിട്ട് ഞങ്ങൾ കൊടുത്ത നിർദ്ദേശമാണെന്ന് കേരളത്തിലെ ഏതെങ്കിലും BJPക്കോ ഘടകകക്ഷികൾക്കോ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം കേരളത്തിൽ നിന്ന് ആരും പോയി അങ്ങനെ ഒരു ഭേദഗതി കൊടുത്തിട്ടില്ല. ആ ഭേദഗതി നിർദ്ദേശിച്ചത് നോർത്ത് ഇന്ത്യക്കാരാണ്. നോർത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലൊക്കെയുള്ള ചില സ്പെഷ്യൽ കേസുകളിൽ ട്രസ്റ്റിൻ്റെ ഭൂമി വഖഫായിരിക്കുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ക്ലോസാണ്. മഹാഭാഗ്യത്തിന് അത് മുനമ്പത്തുകാർക്ക് ഉപകാരപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ എന്താണ് മുനമ്പത്തുകാരുടെ മുമ്പിലുള്ള വഴി? മുനമ്പത്തുകാർ ഇനിയും സമരം തുടരേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു മീറ്റിംഗ് ഈ വരുന്ന 20-ാം തീയതി ഒരു വലിയ പൊതുയോഗം മുനമ്പത്ത് ചേരുന്നുണ്ട്, ചെറായിയിൽ. ഈ വരുന്ന മെയ് 20-ാം തീയതി വൈകുന്നേരം. ഞാൻ വിചാരിക്കുന്നത് അതോടുകൂടി അവരുടെ ഒരു ഭാവിയെ തീരുമാനിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ്. ഇനി മുനമ്പത്തുകാർ സമരം ചെയ്യേണ്ടതുണ്ട്. ആരോടാണ് സമരം ചെയ്യേണ്ടത്? സമരം സർക്കാരുകൾക്കെതിരാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഇനി സമരം ചെയ്യാൻ സ്കോപ്പില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലുത് നിയമനിർമ്മാണമാണ്. നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സുപ്രീം കോടതിയുടെ കയ്യിലാണ്. സുപ്രീം കോടതി തീരുമാനിക്കുന്നവരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ചെയ്യുന്നതിൽ ഒന്നും ചെയ്യാനില്ല. 2, കേരള ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാമോ? കേരള ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്താൽ പോലും അത് സബ്ജുഡീസാണ്. കേരള ഗവൺമെൻറ്റിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നതൊക്കെ പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ കേരള ഗവൺമെൻറ്റിനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്നുണ്ട്. മുനമ്പത്ത് നിന്ന് ഒരു പാവപ്പെട്ടവനെയും ഇറക്കി വിടരുത് എന്ന് മുസ്ലിം സംഘടനകളുടെ കോർഡിനേഷൻ പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ശരിയെങ്കിലും നിയമപരമായി സ്വന്തമായി പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വന്ന ഭൂമി നിങ്ങളുടേതല്ല, നാളെ മുതൽ അത് നിങ്ങളുടെ നിങ്ങളുടെ സ്വത്തല്ല, നിങ്ങൾ ഭൂമി നികുതി അടക്കാൻ പാടില്ല എന്ന് വഖഫ് ബോർഡ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം, വഖഫ് ബോർഡിൻ്റെ ക്ലെയിം പ്രകാരം, അവരുടെ അവകാശവാദ പ്രകാരം കേരള ഗവൺമെൻറ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. കേരള ഗവൺമെൻറ് ആണെങ്കിൽ വഖഫ് ബോർഡ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. വഖഫ് ബോർഡിൻ്റെ നിലപാട് മുനമ്പത്തെ ഭൂമി ഇപ്പോഴും വഖഫ് ഭൂമി തന്നെയാണെന്നാണ്. വഖഫ് സംരക്ഷണ സമിതിയുടെ ഡിമാൻഡും അതാണ്. വഖഫ് ഭൂമി തന്നെയാണെന്നാണ് കേരള ഗവൺമെൻറ്റിലെ വഖഫ് ബോർഡ്. അതിൻ്റെ തെളിവുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വഖഫ് ബോർഡിൻ്റേതാണ്, വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ്. കാരണം അത് അവരുടേതായ വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഒരു കാര്യം. വഖഫ് ബോർഡിൻ്റേതാണ് ഭൂമിയെങ്കിൽ പിന്നെന്ത് പരിഹാരം? വഖഫ് ബോർഡിൻ്റെ ഭൂമി അവർ വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കാൻ വകുപ്പില്ല. അങ്ങനെയാണെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ഭൂമി തൽക്കാലം കൊടുത്തിട്ട് പകരം ഭൂമി സർക്കാർ അക്വയർ ചെയ്തിട്ട് വഖഫ് ബോർഡിന് കൊടുക്കുമോ? ഇനി അങ്ങനെ ക്ലോസ് ഉണ്ടാക്കിയാൽ തന്നെ അക്വിസിഷൻ നടപടികളുടെ നിയമം പാലിക്കാൻ കഴിയും. ഇങ്ങനെ സങ്കീർണമായ ചോദ്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ സമയത്ത്
ഈ സമയത്ത് മുനമ്പത്തുകാർക്ക് എന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയുക? മുനമ്പത്തുകാരുടെ മുമ്പിലുള്ള വഴി ഒന്ന്, സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഈ നിയമത്തിൻ്റെ തടസ്സം നീങ്ങിയിട്ട് സുപ്രീം കോടതി അത് വിട്ടുകഴിഞ്ഞാൽ, ഇനി സുപ്രീം കോടതിയിൽ നിന്ന് ആ നിയമത്തെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ മുനമ്പത്തുകാർക്ക് അനുകൂലമായ 2A ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അവർക്ക് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കാം. ആദ്യം വഖഫ് ട്രിബ്യൂണലിനെയാണ്. വഖഫ് ട്രിബ്യൂണലിൽ അനുകൂലമായ വിധി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ നിന്ന് പിന്നെയും അപ്പീൽ പോകാം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സിവിൽ സ്യൂട്ടിൻ്റെ നിലവാരത്തിലേക്ക് ഇത് മാറിക്കിട്ടും. അതാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കിട്ടും. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഈ കേസൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം, ഈ ബില്ല് രക്ഷപ്പെട്ട് കിട്ടണം. അതിനുള്ള തടസ്സം എന്താണ്? സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മെയ് 15 വരെ. മെയ് 15-ന് ഞങ്ങളിത് കേൾക്കുന്നതാണ്. ആദ്യം പറഞ്ഞിരുന്നത് എല്ലാം ആവശ്യമുള്ള അത്ര പരാതികൾ വരട്ടെ, ഞങ്ങൾ കേട്ടുകൊള്ളാം. പിന്നെ പറഞ്ഞു പരാതികൾ വന്ന് കുന്നുകൂടാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ 5 പരാതികളെ കേൾക്കുള്ളൂ, അതിൽ ആവശ്യമുള്ളത് കക്ഷി ചേരാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഏതായാലും ആ 5 പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മെയ് 15-നാണ്. ഈ മെയ് 15 ഒരു ഗുലുമാല് പിടിച്ച തീയതിയാണ്. എന്താ കാരണം എന്നറിയോ? ഇപ്പോഴത്തെ വഖഫ് നിയമം ഇതുവരെ കൈകാര്യം ചെയ്തിട്ട് അതിന് സ്റ്റേ ഉത്തരവ് വരെ ഇറക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പക്ഷേ ഈ 13-ാം തീയതി പിരിയും. അദ്ദേഹം മാറുകയാണ്, അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നു. 13-ാം തീയതി അദ്ദേഹം റിട്ടയർ ചെയ്താൽ പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചീഫ് ജസ്റ്റിസ് BR ഗവായിയാണ്. ഗവായി 13 തൊട്ട് ഏൽക്കും. അദ്ദേഹത്തിൻ്റെ മുമ്പിലായിരിക്കും ഈ ബില്ലുകൾ. മെയ് 15-ന് വഖഫ് നിയമം ചർച്ചയ്ക്ക് വരിക. പ്രധാനപ്പെട്ടൊരു കാര്യം സാധ്യതയുണ്ട്, പുതിയൊരു ചീഫ് ജസ്റ്റിസിന് ഈ കേസ് പഠിക്കാൻ സമയം വേണ്ടിവരും. അദ്ദേഹം ആവശ്യത്തിന് സമയം എടുത്തു എന്ന് വരാം. അദ്ദേഹത്തിന് ആവശ്യമായത്ര സമയമെടുക്കാനുള്ള നിയമത്തിൻ്റെ അനുമതിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അനിശ്ചിതമായി നീണ്ടുപോകാം. ഏറ്റവും ചുരുങ്ങിയത് നിയമവിദഗ്ധന്മാർ പറയുന്നത് ഒരു 6 മാസമെങ്കിലും ഈ സുപ്രീം കോടതിക്ക് അന്തിമമായി തീരുമാനമെടുക്കാനുള്ള സമയമുണ്ട്. അത്രയും സമയം എടുത്തു എന്ന് വരും. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് നിയമം മോചിതമായി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഈ പുതിയ നിയമപ്രകാരം, ഇന്ത്യയിലെ പുതിയ നിയമപ്രകാരം 2A വകുപ്പ് അനുസരിച്ച് മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല. എന്തുകൊണ്ട് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞാൽ 1950-ലെ സിദ്ദീഖ് സേട്ടിൻ്റെ ആധാരം വെച്ചാണ് ഇപ്പോൾ വാദിക്കുന്നതെങ്കിൽ ആ ആധാരം അപ്രസക്തമായി തീരും. കാരണം വഖഫ് ബോർഡും ഫറൂഖ് കോളേജും ഒരുപോലെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എത്രയോ കോടതി രേഖകളിൽ അതുണ്ട്. വഖഫ് ബോർഡ് 1948-ൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ സൊസൈറ്റികൾക്കും ട്രസ്റ്റുകൾക്കും പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡിൻ്റെ നിയമങ്ങളൊന്നും അനുശാസനങ്ങളൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് വഖഫ് ബോർഡിൽ നിന്നും മുനമ്പത്തെ രക്ഷിക്കാൻ ആ വകുപ്പ് പറ്റും. പക്ഷേ ആ വകുപ്പിന് വേണ്ടി വേറെ കേസ് കൊടുക്കണം. ആ കേസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഭാഗ്യവശാൽ ഈ മുനമ്പം കേസ് സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. നിയമത്തിൽ വലിയ താല്പര്യമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സ്റ്റാലിൻ ദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്റ്റാലിൻ ദേവൻ ഈ പറഞ്ഞതുപോലെ ഈ കേസിനെ വർഗീയമാക്കുന്നതിന് എതിരാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം അതാണ്, വർഗീയമാക്കുന്നതിനെതിരാണ്. ഈ കേസിനെ ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിയമപരമായ നടപടിയിലൂടെ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ എന്താണ് വഴി എന്ന് നിരന്തരമായി ഉറക്കമിളച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് 2A ക്ലോസ് കണ്ടെത്തിയത് പോലും. സങ്കടകരമായൊരു കാര്യം, സ്റ്റാലിൻ ദേവനാണ് അത് കണ്ടെത്തിയത് എന്ന് ഇതുവരെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണകക്ഷിയും കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടില്ല, കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടില്ല, BJP പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനോടൊരു നന്ദി വാക്ക് പോലും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്തെ പോത്തങ്കോടുകാരനാണ്. സർവീസിൽ എയർഫോഴ്സിലുണ്ടായിരുന്ന ആളാണ്. തിരിച്ചു വന്ന് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് സർവീസിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാളാണ്. അദ്ദേഹമാണ് ഇത് കണ്ടെത്തിയത്. അദ്ദേഹം ഇപ്പോൾ ആ കേസ് ഏറ്റെടുത്ത് അദ്ദേഹം ഒരുപാട് തവണ മുനമ്പത്തെ സമരവേദിയിൽ പോയി പറഞ്ഞു നോക്കി, ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയല്ല പോകേണ്ടത്, നിങ്ങൾ വഖഫ് ബോർഡിനെതിരായിട്ടല്ല കേസ് കൊടുക്കേണ്ടത്, നിങ്ങൾ വഖഫ് ബോർഡിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളല്ല, അതിൻ്റെ പുറത്ത് ട്രസ്റ്റിൻ്റെ ഭൂമി, സൊസൈറ്റിയുടെ ഭൂമി വേറെ വകുപ്പാണ് പുതിയ നിയമപ്രകാരം. അപ്പോൾ അദ്ദേഹത്തോട് പലരും പറഞ്ഞു അത്രേ. അത്ഭുതകരമായൊരു കാര്യം, അദ്ദേഹം ചെന്ന് കണ്ട പലരും അദ്ദേഹത്തോട് പറഞ്ഞത് ഈ കേസിന് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ മുടക്കിയ ആളുകളുണ്ട് കേസ് നടത്താൻ. ആ മനുഷ്യരുടെയൊക്കെ കാശ് പാഴായി, അധ്വാനം പാഴായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി മുതൽ നേരെ ചൊവ്വേ കേസ് നടത്താൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി വളരെ പ്രധാനമാണ്. ഈ കേസിനെ വർഗീയമാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡ് സമം മുസ്ലിം എന്നാണ്.
അതുകൊണ്ട് വഖഫ് ബോർഡ് എന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം വന്ന് മുനമ്പത്ത് മഹാഭൂരിപക്ഷം വരുന്ന കുടിയേറ്റക്കാരായ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, കുറച്ച് ഹിന്ദുക്കളുണ്ട് അവരെ ഉപദ്രവിക്കുന്നു, മുസ്ലിങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇതിനെ വർഗീയമാക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അതിനൊരു അറുതി വന്നിട്ടുണ്ട് 2 കാരണങ്ങളാൽ. ഒന്നാമത്തെ കാര്യം, ഇവരെ രക്ഷിച്ചു തരാം എന്ന് പറഞ്ഞ BJP വേണ്ടത്ര ആത്മാർത്ഥതയോടെയാണോ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആ സമരം നയിച്ചവർക്കും അവർക്ക് കൂട്ടുനിന്ന ക്രിസ്തീയ സഭകൾക്കും ഇപ്പോൾ സംശയമുണ്ട്. അങ്ങനെ ബ്ലൈൻഡായി ആരെയും വിശ്വസിക്കേണ്ടതില്ല, രാഷ്ട്രീയക്കാരൊക്കെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു വില്ലനെ ഇപ്പോഴും പുറത്ത് ആരും കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ വേണ്ട വിധം പറയാറില്ല. അത് എറണാകുളത്തുകാരനായ ഒരു അഡ്വക്കേറ്റ് MV പോളാണ്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ 98 ഡിസംബർ മാസം 27-ാം തീയതി ഫറൂഖ് കോളേജിൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന KC ഹസൻകുട്ടി സാഹിബുമായി ഈ അഡ്വക്കേറ്റ് MV പോൾ ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റ്, 50 രൂപയുടെ സ്റ്റാമ്പ് പത്രത്തിൽ ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റ് കോടതി രേഖകളിൽ വന്നിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ തന്നെ, വഖഫ് ഭൂമി ആയാലും അല്ലെങ്കിലും മുനമ്പം പ്രദേശത്തെ ഈ 400-ലേറെ ഏക്കർ ഭൂമി ഉണ്ടല്ലോ, 404.76 ഏക്കർ ഭൂമി മുഴുവനും വിറ്റത് ഇദ്ദേഹത്തിനാണ്. സത്യത്തിൽ MV പോളിനാണ് വിൽക്കാൻ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിൻ്റെ കൈവശാവകാശം കൊടുത്തത്, അല്ലെങ്കിൽ ഫറൂഖ് കോളേജും MV പോളും തമ്മിലാണ് ഇടപാട്. എങ്ങനെയാണ് ഇടപാട്? ഈ 98-ലെ കരാർ ഉണ്ടാക്കുന്നത് വരെ കുറേ ഭൂമി വിറ്റിട്ടുണ്ട്. 404 ഏക്കറിൽ ഒരുപാട് ഭൂമി നേരത്തെ, അതാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്, നാളിതുവരെ തീറ് കൊടുത്തത് കഴിച്ചുള്ള വകകൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ കുറേ തീറ് കൊടുത്തതാണ്. അതിന് മുമ്പ് തീറ് കൊടുത്ത ഭൂമികൾക്ക് ഒരു സെൻറ്റിന് 45 രൂപ, വെറും 45 രൂപ വെച്ചാണ് ഈ കരാറിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതുവരെ? 98-ന് മുമ്പ് വിറ്റതിന്. 98-ന് ശേഷമുള്ള ഭൂമികൾക്ക് സെൻറ്റിന് 500 രൂപയുമാണ് വില നിശ്ചയിച്ചത്. ഈ 98 ഡിസംബർ മാസം 27-ാം തീയതി MV പോളിൽ നിന്ന് 10,000 രൂപ ഫറൂഖ് കോളേജ് അഡ്വാൻസ് ആയിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ സെൻറ്റിന് വില നിശ്ചയിച്ചിട്ട് എടുത്തത് MV പോളാണ്. ഈ MV പോൾ എന്ന വക്കീൽ ആണ് പിന്നെ ഇത് ഈ ഉടമസ്ഥന്മാർക്കൊക്കെ വ്യാജ രേഖ ഉണ്ടാക്കി കൊടുക്കുന്നതും അവർക്കൊക്കെ സ്വന്തം ഭൂമിയാണെന്ന് ബോധ്യപ്പെടുത്തി ഒരു പക്ഷേ വലിയ വിലക്ക് വിൽക്കുന്നതും. ഈ ഇടപാടിൽ ഒരു പക്ഷേ കോടികൾ, അക്കാലത്ത് 90-കളിൽ കോടികൾ സമ്പാദിച്ചിരിക്കാൻ ഇടയുള്ള വക്കീലും വലിയ കച്ചവടക്കാരനും റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളും ഈ അഡ്വക്കേറ്റ് MV പോളാണ്. MV പോളിൻ്റെ പേര് എവിടെയും പറയുന്നില്ല. പറഞ്ഞാലുള്ള അപകടം എന്താണെന്നറിയോ? മുസ്ലിം ക്രിസ്ത്യൻ ഇഷ്യൂ ആക്കി മാറ്റാൻ പറ്റില്ല. കാരണം ഇവരെ പറ്റിച്ചതിലെ ഒന്നാം നമ്പർ പ്രതി ഈ അഡ്വക്കേറ്റ് MV പോൾ എന്ന വർക്കിയുടെ മോൻ നസ്രാണിയായി തീരും. അപ്പോൾ ക്രിസ്ത്യാനിയെ പറ്റിച്ചു എന്ന് വരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഹിന്ദുവിനെ പറ്റിച്ചു എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഒരു സമകാലീന രാഷ്ട്രീയത്തിലെ ഒരു ഇസ്ലാമോഫോബിക്കായിട്ട് ഒരു മുസ്ലിം വിരുദ്ധത വളർത്തിയെടുക്കാനുള്ള സാധ്യതയില്ല. അതും ഇപ്പോൾ ഏതാണ്ട് ബോധ്യം വന്ന് ചേർന്നിരിക്കുന്നു. പലപ്പോഴും ക്രിസ്ത്യാനികൾക്കകത്ത് തന്നെ, ക്രിസ്തീയ സഭകൾക്കകത്ത് തന്നെ ഉത്തരവാദിത്വ ബോധമുള്ള, സാമാന്യം ബോധമുള്ള അച്ഛന്മാരൊക്കെ തന്നെ ഈ ക്രിസ്ത്യൻ വർഗീയത പ്രചരിപ്പിക്കുന്ന സംഘടനകൾക്കെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ കൂടി അന്തരീക്ഷം തെളിഞ്ഞു വരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്പം കൂടി ക്ഷമയോടെ നിയമപരമായി മുന്നോട്ട് പോയാൽ തന്നെ ഈ മുനമ്പത്തിൻ്റെ പ്രശ്നം തീരുമെന്ന് വേണം കരുതാൻ. തീർച്ചയായും അതിവേഗത്തിൽ മുനമ്പത്തുകാരുടെ വേദനയ്ക്ക് ശമനം വരട്ടെ, അവരുടെ കണ്ണീര് ഉണങ്ങട്ടെ, മുനമ്പത്ത് സാഹോദര്യം കൈവരട്ടെ. മലയാളികൾക്ക് ഒരുമിച്ച് സകല സമുദായ ഭേദങ്ങളും മറന്ന് ഒരൊറ്റ ജനതയായി ഒരമ്മ പെറ്റ മക്കളെപ്പോലെ മുന്നോട്ട് പോകാനുള്ള അവസരം അതിവേഗം കൈവരട്ടെ. നന്ദി, നമസ്കാരം.